മാനസാന്തരപ്പെട്ട ഹൃദയമാണ് ഇന്ന് ആവശ്യം. എങ്കിലേ ഞാൻ അനുഭവിച്ച ഉപവാസവും പ്രാർത്ഥനയും ബലിയും രക്തബലിയും സമർപ്പിച്ച കുരിശിന്റെ ബലിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അതുവരെ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അപ്പം വളരെ വ്യക്തമായിട്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, ഇന്ന് നീ അമിതമായ ആഹാരപ്രിയമോ ഭോഗാശക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ കർത്താവേ. പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം 6-ാമത്തെ വാക്യം. ചിലപ്പോൾ ഈ ഉപവാസത്തിലായിരിക്കും. ഇവിടെ തന്നെ ഒരുപാട് പേര് തപസ്സനുഷ്ഠിച്ചാൽ ആദ്യത്തെ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഭക്ഷിക്കാൻ തുടങ്ങും. കാരണം താങ്ങുന്നില്ല. അത്രയ്ക്ക് നമ്മൾ ഈ ആഹാരത്തോട് അമിതമായ ആഹാരപ്രിയം എന്നെ കീഴടക്കി കഴിഞ്ഞു. അപ്പോ ഈ അമിതമായ ആഹാരപ്രിയമോ ഭോഗാശക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ നീ ഏൽപ്പിച്ചു കൊടുക്കരുതേ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ബലഹീനത എന്തുമാത്രം ഉണ്ടെന്ന് നീ തിരിച്ച് ഈ പൂഴിയിലോട്ട് തിരിച്ചു വരുമ്പോൾ നിനക്ക് മനസ്സിലാകും. അതിനാണ് ഐസയ്യാ ദീർഘദർശിയുടെ പുസ്തകം 47-ാം അധ്യായം 1-ാമത്തെ പൂഴിയിലേക്ക് കയറി ഇരി എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട്. അതുപോലെ നമുക്ക് ബുദ്ധിപരമായ ഒരു ഉണർവ് കൂടെ നമ്മുടെ ഇന്നത്തെ ഈ വിഭൂതി പെരുന്നാൾ നമുക്കുണ്ടാകണം. എവിടെയാണ് ഈ ചാരം പൂശുന്നത്? എവിടെയാണ് ചാരം പൂശുന്നത്? നിങ്ങൾക്ക് എവിടെയാണ് ചാരം പൂശിയിരിക്കുന്നത്? നെറ്റിയിൽ പൂശിയിരിക്കുന്നു. നെറ്റി ഈസ് എ സെന്റർ ഓഫ് യുവർ കോൺസെൻട്രേഷൻ ആൻഡ് വിസ്ഡം. ഈ നെറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കേന്ദ്രവും ബുദ്ധിയുടെ കേന്ദ്രവുമാണ്. ആ ബുദ്ധിയുടെ കേന്ദ്രത്തിലാണ് നിനക്ക് കുരിശ്, ഈ ചാരം പൂശുന്ന കുരിശ് വരച്ചിരിക്കുന്നത്. നിന്റെ ബുദ്ധിയെയും നിന്റെ വികാരത്തെയും സ്പർശിക്കുന്നത്. നിന്റെ വികാരത്തിൽ ഈ ചാരത്തിന്റെ ചൈതന്യം ഉണ്ടാകണം. നിന്റെ ബുദ്ധിക്ക് ഞാൻ തിരിച്ചു വരുന്നതിന്റെ ആത്മാർത്ഥത ഉണ്ടാകണം. എങ്കിലേ നീ പുതിയ മനുഷ്യനാകും. വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ആശയമാണ്. നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തെ നമുക്ക് വികാരങ്ങളും വിചാരങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ അതെല്ലാം ഭംഗിയായി നിയന്ത്രിച്ച പക്വതയോടെ നിയന്ത്രിക്കുന്നതിനാണ് തിരിച്ചു വാ എന്ന് കർത്താവ് വിളിക്കുന്നത്. യു കം ബാക്ക് ടു മീ. നിനക്ക് ഒരുപാട് സ്വത്തുണ്ട്, ശരിയാണ്. ഈ സ്വത്തിൽ നീ നിറഞ്ഞു കിടക്കുമ്പോ എന്നെ നീ ഓർക്കില്ല, ഷുവറാണത്. ദൈവത്തെ നീ മറന്നുപോകും. ഈ സ്വത്തിന്റെ കൊമ്പത്ത് കയറി ഇരിക്കുമ്പോ നീ ദൈവത്തെ മറന്നുപോകും. അതുകൊണ്ട് താഴെ ഇറങ്ങി മരുഭൂമിയിലേക്ക് പോകും. അവിടെ നീ എന്നെ കാണും. ശരിക്കുള്ള ജീവിതം നീ ആരംഭിക്കുന്നത് അവിടെയാണ്. ജ്ഞാനത്തിലും സഹനത്തിലും സ്നേഹത്തിലും നീ ജീവിതം ആരംഭിക്കുന്നത് അവിടെയാണ്. അതുപോലൊരു ജീവിതം നീ നിങ്ങൾക്ക് കർത്താവെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോ ഒരുപാട് നിനക്ക് തന്നെ നന്മയുടെ നിറവിന് വേണ്ടി നിന്റെ വികാര വിചാരത്തെ ഭംഗിയായി നിയന്ത്രിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നിന്റെ ബുദ്ധിക്ക് ഒരു ഷാർപ്പ്നെസ് ഉണ്ടാകും. വിചാരം മുതിർന്നതൊക്കെ ചിത്തം ചലിക്കാത്തവനാണ് ചെയ്യുന്നത്. അപ്പോ നിന്റെ വിചാരങ്ങളെല്ലാം ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ, നിന്റെ വിചാരങ്ങളും വികാരങ്ങളും ഇങ്ങനെ സമ്മിശ്രമായി കിടക്കുമ്പോൾ നീ ഒരു മനുഷ്യനെ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പ്രഭാഷകൻ പ്രതീക്ഷയോട് പറയുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 22-ാം അധ്യായം 27-ാമത്തെ വാക്യത്തില്, എന്റെ വായ്ക്ക് കാവൽക്കാരനും എന്റെ ചുണ്ടുകളിൽ വിവേകത്തിന്റെ മുദ്രയും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. എന്റെ മുദ്ര പതിപ്പിക്കണമേ. എന്റെ ഹൃദയത്തിൽ നിന്റെ മുദ്ര പതിപ്പിക്കണമേ. കുരിശിന്റെ മുദ്ര പതിപ്പിച്ച് എന്റെ എല്ലാ വികാര വിചാരങ്ങളെയും നിയന്ത്രിക്കണമേ. നന്മയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുന്നതിനും ശുശ്രൂഷയുടെ നിറവിലേക്ക് നീ ചെയ്ത രക്ഷണീയ പ്രവർത്തനങ്ങൾ എന്നിലേക്ക് ഒഴുകി ഞാൻ നല്ലവനായി അർത്ഥമുള്ളവനായി ജീവിക്കുവാൻ എന്നെ നീ പഠിപ്പിക്കണമേ. വളരെ വ്യക്തമായി പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായത്തില് ഒരു കാര്യം പറയുന്നത്, 18-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നത്,
ബുദ്ധിമാനാണെങ്കിൽ നീ ഒരു നിർദ്ദേശവും നീ അവഗണിക്കുകയില്ല. ബുദ്ധിമാനാണോ? ഒരു നിർദ്ദേശവും അവഗണിക്കുകയില്ല. നിന്ദ്യനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല, അവഗണിക്കുകയും ചെയ്യും. നീ ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കില്ല. നമുക്ക് ആരെങ്കിലും നിർദ്ദേശം തരുമ്പോൾ തന്നെ നമ്മൾ റിയാക്ട് ചെയ്യും. വളരെ മോശമായ സ്വഭാവമാണ്. ഓഫ്കോഴ്സ് റിയാക്ട് ചെയ്യുന്നതിനും ഒരു പക്വതയുണ്ട്, അതും ഒരു പഠനത്തിൻ്റെ പക്വതയുണ്ട്. ഇവനെന്തറിയാം എന്നെല്ലാം ചിന്തിക്കുന്ന ആ ചിന്താശകലം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പോകും. പിന്നെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പയ്യൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തി ഇവനിങ്ങനെ നിർദ്ദേശിക്കാൻ എന്ത് കാര്യം എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ നമുക്ക് ആ ഫീൽഡ് കഴിഞ്ഞാണ് നമ്മൾ വളർന്നെങ്കിലും ആ ഫീൽഡിൽ നിന്ന് നമുക്ക് ഓർമ്മയില്ല. ഒരു കുഞ്ഞിന്റെ ഫീൽഡ് ഇന്ന് നമുക്ക് ഓർമ്മയുണ്ടാകുമോ? ഒരു നല്ല ഒരു ടീച്ചർ ആകണമെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിചാരങ്ങൾ തിരിച്ചറിയണം, അവരോടൊത്ത് ജീവിക്കണം. ഒത്തിരി ബുദ്ധിമുട്ടാണ്. അവരോടൊത്ത് ജീവിക്കുമ്പോൾ മാത്രമാണ് ആ ടീച്ചർ അവർക്ക് പറ്റിയ നല്ല അധ്യാപികയാകും. ഇത് തിരിച്ചറിയണം. ഈ തിരിച്ചറിയുന്ന ഒരുപാട് തിരിച്ചറിവുകളിലേക്ക് കടന്നു വരുന്നതാണ് നീ ആദ്യം ചിന്തിക്കേണ്ടത്. നീ മനുഷ്യ, നീ പൊടിയാണ്. യു ആർ സീറോ, സീറോ. നീ തിരിച്ചു വാ ജീവിതത്തിലേക്ക്. വളരെ വ്യക്തമായിട്ടല്ലേ എൻ്റെ ദൈവം അറിയിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോട് തിരിച്ചു വാ. ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും പൂർണ്ണ ഹൃദയത്തോടും നീ തിരിച്ചു വാ. എങ്കിൽ ഞാൻ നിന്നെ ഒരു പുതിയ മനുഷ്യനെ മെനഞ്ഞെടുത്ത് കഴിഞ്ഞു എന്ന് ഞാൻ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു ദിവസത്തേക്ക് നമുക്ക് പോകാം എന്നുള്ളതല്ല. നിന്റെ പരിപൂർണമായ നിന്റെ ചേഞ്ച് ഈ തപസ് കാലത്ത് ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. ചടങ്ങുകളും അസ്വസ്ഥതകളും എല്ലാം ഉപേക്ഷിച്ച് ആത്മാർത്ഥമായി എൻ്റെ ദൈവമാണ് ഈ 40 ദിവസത്തെ നോമ്പ്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. 40 വർഷത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്ര. ആ യാത്ര ഇസ്രായേൽ ജനത്തെ യോർദാൻ നദി ഇവരെ എത്തിച്ച് പക്വത ഉള്ളവരാക്കി. ദുഃഖത്തിലൂടെയാണ് ഒരു മനുഷ്യൻ പക്വപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം ചുറ്റിക്കറക്കി അവരെ കൊണ്ടുപോകുന്നത്. പാലും തേനും ഒഴുകുന്ന രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് നേരെ കൊണ്ടുപോകാം. ഒരു 3 മാസം പോലും വേണ്ട, പക്ഷെ 4 മാസം പോലും വേണ്ട. അങ്ങനെ 4 മാസം പോലും എത്താൻ വേണ്ടാത്ത ആ സ്ഥലത്താണ് കർത്താവ് ഇവരെ 40 വർഷം ചുറ്റി കൊണ്ടുപോകുന്ന. ആ ചെറുത് ചുറ്റിയതല്ല, ഓരോരുത്തരുടെയും ജീവിത നവീകരണത്തിന് വേണ്ടിയാണ്. എൻ്റെ സാന്നിധ്യം ഇവർ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് അപ്രകാരം ചുറ്റി മോസസിനെ കൊണ്ടുപോകുന്നത് ദൈവം. ഈ ചുറ്റല് ഇസ്രായേൽ ജനത്തിന് ആവശ്യമായിരുന്നു. രൂപാന്തരീകരണം പ്രാപിക്കാൻ, നവീകരണം പ്രാപിക്കാൻ ആവശ്യമായിരുന്നു. യോർദാൻ നദിയിലെത്തി കഴുകി വെടിപ്പാക്കി പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് അവർ കയറിയപ്പോൾ ജീവിതം അത് തന്നെയല്ലേ യോഹന്നാനും വന്നു. അനുദപിക്കുന്നവരെല്ലാവരും നിങ്ങൾ യോർദാൻ നദിയിലേക്ക്. അപ്പൊ അനുതാപം തന്നെ ഒരു യാത്രയാണ്, പെട്ടെന്നുണ്ടാകുന്ന വികാരമല്ല. അനുതാപം ഞാൻ എൻ്റെ പാപങ്ങളെ മുഴുവനും ഓരോന്നാ എണ്ണി മാത്രമല്ല, അതിൻ്റെ അവസ്ഥകൾ, അതിൻ്റെ പരിസ്ഥിതികൾ, അതിൻ്റെ ചുറ്റുപാട്, ആരോടെല്ലാം ദ്രോഹം ചെയ്തു അവരോടുള്ള എൻ്റെ കൂറ് ഞാൻ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്ന ഒരുപാട് ചരിത്രങ്ങളാണ് ഇതിൻ്റെ പിന്നിലൂടെ കടന്ന് ശരിക്കും അനുതാപത്തിൻ്റെ നിറവിലേക്ക് നീങ്ങി. അത് കഴിഞ്ഞാണ് യോർദാൻ നദിയിലോട്ട് യോഹന്നാൻ വിളിച്ച് യോർദാൻ നദിയിലോട്ട് ഇറങ്ങി. അത് കഴിയുമ്പോൾ ആകാശം തുറക്കപ്പെടുന്ന ആ പാലും തേനും ഒഴുകുന്ന സമൃദ്ധിയുടെ സന്തോഷത്തിലേക്ക് ഇറങ്ങുക. കുമ്പസാരിക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാക്കാം. ആത്മാർത്ഥമായി കുമ്പസാരിക്കുന്നവന് ഒരു സന്തോഷമുണ്ട്. ആത്മാർത്ഥമായി കുമ്പസാരിക്കുന്നവന് ഒരു സന്തോഷമുണ്ട്. പാലും തേനും ഒഴുകുന്നത് പോലുള്ള, അത് അനുഭവിക്കുന്നത് പോലുള്ള സന്തോഷം. ആത്മാർത്ഥമായി കുമ്പസാരിക്കുന്ന പാപങ്ങളെ എല്ലാം ഓർത്ത് ശരിക്കും അനുദപിച്ച് ഒരു പുരോഹിതനടുത്ത് തെറ്റുകൾ പറയുമ്പോൾ ആ പുരോഹിതർ നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറയുക നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വെറുതെ ഉള്ള ആശ്വാസമല്ല, അവൻ അധികാരമുണ്ട്. ആ അധികാരത്തിൽ നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടത്. ഇത് പ്രിയപ്പെട്ടവരെ ഇപ്പോഴറിയില്ല, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ശേഷം അറിയുള്ളൂ. ഇപ്പൊ നമ്മൾ ആരും അറിയില്ല. കർത്താവാണ് ഒരു പുരോഹിതന് ഈ അധികാരം കൊടുത്തിരിക്കുന്നത്, വെറുതെ അല്ല. നീ ഇവിടെ കെട്ടപ്പെടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഇവിടെ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും എന്ന് പറയുമ്പോ നിന്റെ പശ്ചാത്തലത്തിലൊരു തീർത്ഥാടനമുണ്ട്.
നിന്റെ പശ്ചാത്താപത്തിന് ഒരു യാത്രയുണ്ട്. പെട്ടെന്ന് അച്ഛനെ കണ്ടുകൊണ്ട് പോയി മുട്ടുമേലിരിക്കുന്നതല്ല. ശരിക്കും തൻ്റെ ആത്മാവിനെ കുറിച്ച് ധ്യാനിച്ച് 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 ചെയ്തതെല്ലാം തുറന്നു പറയുമ്പോൾ നീ ഒരു പുതിയ മനുഷ്യനായിത്തീരുക. ഈ തപസ് കാലത്ത് നാം ചെയ്യേണ്ട കാര്യം ഇതുകൂടിയുണ്ട് എന്ന കാര്യം കൂടെ ഓർക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധനായ ദൈവം എന്തെല്ലാം ചിന്തിക്കാനുണ്ട്, ഇതെല്ലാം ചിന്തിച്ച് പ്രവർത്തിക്കാനുണ്ട്. ഒരു ഉപദേശവും നീ നഷ്ടപ്പെടുത്തരുത്, ഒരു നിർദ്ദേശവും നീ നഷ്ടപ്പെടുത്തരുത്. അതിനകത്ത് ഒരു കൊച്ചു കുഞ്ഞു പറഞ്ഞു തരുന്നാലും ആ കൊച്ചു കുഞ്ഞിന്റെ പരിതസ്ഥിതിയിൽ അതിനൊരു അർത്ഥമുണ്ടെന്ന് നീ തിരിച്ചറിയുമേ. നീ വിജ്ഞാനിയാണ്. നിന്റെ അഹങ്കാരവും നിന്റെ ധിക്കാരവും ദൈവം തരുന്ന വിജ്ഞാനത്തെ പാടെ നിർമാർജനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ അഹങ്കാരം വേണ്ട. എളിമപ്പെടാൻ തെക്കൻ പ്രദേശത്തിലാക്കി തോട് ഇറങ്ങി പൊടിയിലേക്ക് എന്ന് പറയുമ്പോൾ യു സ്റ്റാർട്ട് യുവർ ലൈഫ് അന്യൂ. പുതിയതായിട്ട് നീ ആരംഭിക്കുകയാണ് ജീവിതം. അതിൽ മാത്രമേ നിനക്ക് എന്നെ കാണാൻ പറ്റുള്ളൂ. നിന്റെ ഒരുപാട് ചപ്പും ചവറും കയറ്റിയിരുത്തിക്കൊണ്ട് നിനക്ക് എന്നെ കാണാൻ പറ്റുകയില്ല. യു സ്റ്റാർട്ട് യുവർ ലൈഫ് ഫ്രം ദി ബിഗിനിങ്. ആരംഭത്തിലേക്ക് തിരിച്ചു പോകുന്നത് തന്നെയാണ് വിശുദ്ധി. വിശുദ്ധി എന്ന് പറയുന്നത് മനുഷ്യ നീ മണ്ണാകുന്ന മണ്ണിലേക്ക് പോകുന്നത് തന്നെയാണ് വിശുദ്ധിയുടെ ആരംഭം. ആ മണ്ണിലേക്ക് പോയിട്ട് നാം നോക്കുക, എല്ലാം തന്ന ദൈവം ഒന്നുമില്ലാതെ കുരിശിൽ കിടക്കുകയാണ്. അവനെ ലക്ഷ്യം വയ്ക്കുന്നത് തന്നെയാണ് വിശുദ്ധി. ഈ വിശുദ്ധിയുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഈ വിഭൂതി പെരുന്നാള് വിശുദ്ധിയുടെ ഒരു പദയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് അതിന്റെ അർത്ഥത്തിൽ നമുക്ക് നടക്കാം, ജീവിക്കാം, സന്തോഷത്തിൽ ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, ആ ജീവിതം നിനക്ക് മഹത്വത്തിന്റെ ഉയർപ്പിലേക്ക് ദൈവം എത്തിച്ചിരിക്കും. അവനോടൊത്ത് ചേർന്ന് നടക്കാമെന്ന് പറയുന്നുണ്ട്. അവനോടൊത്ത് നമുക്ക് നടക്കാം. എമ്മാവുസിലോട്ട് പോയ സഹോദരന്മാർക്കുണ്ടായ അനുഭവം അതായിരുന്നു. അവനോടൊത്ത് നടക്കാനുള്ള ഭാഗ്യം. അവൻ വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ മനസ്സെല്ലാം അഗ്നി പോലെ എരിയുകയായിരുന്നില്ലേ എന്ന് പറയാൻ തുടങ്ങി. ഒരു വലിയ മാനസാന്തരം. ഈ വിഭൂതി പെരുന്നാളിന് നിങ്ങൾക്ക് ഈ മാനസാന്തരത്തിന്റെ നിറവുണ്ടാകട്ടെ. നിങ്ങളെല്ലാവരെയും കർത്താവ് ആശീർവദിച്ച് അനുഗ്രഹിച്ച് വിഭൂതിയുടെ അർത്ഥം, ശൂന്യതയുടെ അർത്ഥം ഒന്ന് നോക്കുക. കർത്താവിന് വേണ്ടി അല്പമെങ്കിലും ശൂന്യനാകാൻ, നിന്റെ നന്മയ്ക്ക് വേണ്ടി അല്പമെങ്കിലും ശൂന്യനാകാൻ, ശൂന്യതയുടെ മാഹാത്മ്യം തിരിച്ചറിയുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ വിഭൂതി പെരുന്നാൾ. നമുക്കതിന്റെ മാഹാത്മ്യം അറിയാം. ജീവിതത്തെ സൃഷ്ടിച്ചെടുക്കുന്ന മഹാത്മ്യമാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.